അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പൊരുത്തം വാങ്ങാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അവരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. എന്റെ യുവാക്കളെ, നമുക്കെപ്പോഴും ഉമ്മമാരെ വലിയ പരിഗണന വേണം. ഖുർആൻ പ്രത്യേകം പറഞ്ഞില്ലേ, അതേ ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പ്രായമുള്ള ബാപ്പയെ അവഗണിച്ചുകൂടാ, പ്രായമുള്ള ഉമ്മയെ അവഗണിച്ചുകൂടാ. അവരെയാണ് ഏറ്റവും പരിഗണിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു നേതാവായ ഒരു വ്യക്തി വന്നാൽ, ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിത സഭയുടെ നേതാവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഖാദിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന മുദരിസാണ്. അവരൊക്കെ വന്നാൽ അവരുടെ മുമ്പിൽ നിങ്ങൾ വിനയാന്വിതരായി വളരെ അതേ ഭവ്യതയോടെ നിൽക്കാറില്ലേ? നല്ലത് തന്നെയാണ്, അതേ അവരോടുള്ള ആദബാണ്. എന്നാൽ അതിനേക്കാൾ നിങ്ങൾ ഏറ്റവും ഭവ്യതയോടെ നിൽക്കേണ്ടത്, അതിനേക്കാൾ നിങ്ങൾ വളരെയേറെ ബഹുമാനിക്കേണ്ടത് നിങ്ങളെ ഉമ്മയെയാണ്, ഉമ്മാമയെയാണ്, നിങ്ങളെ ബാപ്പയാണ്, ഉപ്പാപ്പയാണ്. ഖുർആൻ പറയാണ്, അതേ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരക്ഷരം മിണ്ടിപ്പോയിക്കൂടാ. ഉമ്മ എന്തിനാ അതൊക്കെ നോക്കുന്നു, ബാപ്പ എന്തിനാ അതൊക്കെ നോക്കുന്നു, അല്ല എന്റെ ഇഷ്ടമാണ്. അങ്ങനത്തെ വർത്തമാനം ഒന്നും പറയല്ലേ ചെറുപ്പക്കാരെ. അവർക്കിഷ്ടപ്പെടാത്ത ഒരക്ഷരം പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അവരോട് ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. മോനെ, നീ പോയിട്ട് അവിടുന്ന് കുറച്ച് തക്കാളി വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറയുമ്പോ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ ഒരു വാക്ക് മുസ്ലിമായ ചെറുപ്പക്കാരന്റെ, മുസ്ലിമായ വിദ്യാർത്ഥിയുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതേ ഖുർആൻ പറയാണ്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ അമൈൻ. വയറ്റിലിട്ട് പോറ്റിയ ഉമ്മയാണത്. ആ ഉമ്മ എത്ര ക്ലേശം അനുഭവിച്ചുകൊണ്ടാണ്, എത്ര പ്രയാസം തരണം ചെയ്തുകൊണ്ടാണ്. ഇന്നും എനിക്കറിയാം, ഒരാള് വന്ന് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് പറയുന്നു കുടിക്കുന്നതും തിന്നുന്നതൊക്കെ ഛർദിച്ചു പോകുന്നു. ആ ഛർദിയൊക്കെയും സഹിച്ച ഉമ്മ അതേപോലെ വയറ്റിൽ കുട്ടിയുണ്ടായപ്പോൾ എല്ലാവരും കയറും പോലെ പടി കയറാൻ കഴിയുന്നില്ല, എല്ലാവരും ഇറങ്ങും പോലെ ഇറങ്ങാൻ കഴിയുന്നില്ല, എല്ലാവരും സ്പീഡിൽ പോകുന്നത് പോലെ സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ക്ലേശങ്ങളാണ് ആ ഉമ്മ നമ്മെ വയറ്റിലിട്ട് സഹിച്ചതെന്ന് പറയാൻ കഴിയോ? ഖുർആൻ പറയുന്നു, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. ആ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം അല്ലാഹു തആല ഉമ്മയുടെ സ്തനങ്ങളിലാണ് വെച്ചത്. വയറ്റിലുള്ളപ്പോൾ ഉമ്മയുടെ വയറ്റിൽ നിന്നാണ് ഭക്ഷണം കിട്ടിയത്. അതെല്ലാം അനുഭവിച്ച് ജീവിച്ച മകൾ ആ ഉമ്മയെ ധിക്കരിക്കാൻ പാടില്ല. ഉമ്മക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല. ഉമ്മയെയും ബാപ്പയെയും പരിഗണിക്കണം. അനിസ്കുർ ലീ വലിവാലിദൈ, അല്ലാഹു പറയാണ്, നിനക്ക് കിഡ്നി തന്ന, ഹാർട്ട് തന്ന, ബ്രെയിൻ തന്ന, കരള് തന്ന, അങ്ങനെ നിന്റെ ശരീരത്തിലെ മുഴുവനും തന്ന് ഓരോ സെക്കൻഡിലും അത് നിയന്ത്രിക്കുകയും അതിനാവശ്യമായത് വർക്ക് ചെയ്യിപ്പിക്കുകയും ചിലപ്പോൾ വർക്ക് ചെയ്യാതിരിക്കേണ്ട സമയത്ത് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, നിനക്ക് ഊണും ഉറക്കും തന്ന, ഉണർവും വെള്ളവും തന്ന, എല്ലാം തന്ന രാജാവായ ഞാൻ ഓരോ സെക്കൻഡിലും നീ എന്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുകയല്ലേ? അനിസ്കുർലി, നീ എനിക്ക് നന്ദി ചെയ്യണം.
അള്ളാഹുവിന് നന്ദി ചെയ്യണം. വലിവാലിദൈ, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. അവരോട് നന്ദി കേട് ചെയ്യാൻ പാടില്ല. ഇലൈഹിൽ മസീർ, അതേ അള്ളാഹുവിലേക്കാണ് മടക്കം. അള്ളാഹു അതൊക്കെ ചോദ്യം ചെയ്യും. നല്ല ബോധം വേണം. നീ ഇവിടുത്തെ ജീവിതം മാത്രമാണ് ജീവിതം എന്ന് കരുതണ്ട. ജീവിതം വരുന്നേ ഉള്ളൂ. ആ ജീവിതത്തെ സംബന്ധിച്ച് ബോധമുള്ളവനാകണം. അതേ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും അവരെ പ്രത്യേകം പരിഗണിക്കണം. അവരുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. റബ്ബി ഫീ റിളൽ വാലിദ്, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഈ ചിന്ത യുവാക്കളെ നമുക്കുണ്ടാകണം.